തിരിച്ച് നമ്മളെ സഞ്ജുവിന്റെ വീടെത്തിയതാ. സഞ്ജുദാ ചായക്ക് കൊണ്ട് വരെയാണ്. ഗായ്സ്, പുതിയടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പം നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാൻ കേട്ടോ. അപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സഞ്ജുവിൻ്റെ നമ്മളെ ഡി വ്ലോഗ്സിൻ്റെ കല്യാണമാണ്. അപ്പം കല്യാണം കൂടാനായിട്ട് അപ്പോൾ ഗായത്രിയും കൂട്ടി നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോകാനായിട്ട് ഇരിക്കുന്ന. എന്താണ് കോട്ടയത്താണ് അപ്പോൾ കല്യാണം. റിസപ്ഷൻ ആലപ്പുഴയിലുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരെ കോട്ടയമല്ലല്ലോ, നമ്മൾ നേരെ എവിടെ ചേർത്തല ഇറങ്ങിയിട്ട് അവിടുന്ന് സച്ചിനും മാക്സും അവരൊക്കെ കാറിൽ അവിടുന്ന് എത്തും കേട്ടോ. അപ്പോൾ അവിടുന്ന് കാറിൽ ഒരുമിച്ചാണ് നമ്മൾ കല്യാണത്തിന് പോയിട്ട് റിസപ്ഷനും കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. അതാ ഗായത്രിയൊക്കെ റെഡിയായി എല്ലാവരും ഞെട്ടിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ഈ കാണുന്ന കുറിയുണ്ടല്ലോ ഗായ്സ്, ഇത് സത്യത്തെ അമ്പലത്തിൽ പോയൊന്നുമല്ല കേട്ടോ. വീട്ടിലെ മഞ്ഞപ്പൊടി അവള് തന്നെയല്ലേ. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം കണ്ടിട്ട് ഇങ്ങനെയാണ് ഇവള്. അപ്പം നമുക്ക് ഇന്ന് കല്യാണം നമുക്ക് ഇന്ന് അടിച്ച് പൊളിക്കാൻ കേട്ടോ. ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. കൂട്ട വ്ളോഗിങ് ആയിരിക്കും കേട്ടോ. എന്തായാലും അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലൊക്കെ ഒരു വ്ളോഗ് തട്ടിക്കൂട്ടി നമുക്ക് അടിപൊളിയാക്കാം. എന്തായാലും നമ്മുടെ ടീമിലേക്ക് അടുത്തൊരു മച്ചാനും കൂടെ അപ്പോൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ സഞ്ജു ആൻഡ് ഫാമിലി. ഇനി നമുക്ക് റൈഡും കാര്യങ്ങളൊക്കെ ഫുൾ കപ്പിൾ റൈഡാണ് കേട്ടോ. ബിലാലായി, ഇപ്പോൾ സഞ്ജു ആയി, പിന്നെ ബാക്കി എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറി നേരെ 2 ട്രെയിൻ കയറണം. ഇവിടെ നേരെ അവിടെ ഇവിടുന്ന് നേരെ കായംകുളം, അവിടെ നിന്ന് അടുത്ത ട്രെയിൻ കയറിയാണ് ചേർത്തല ഇറങ്ങേണ്ടതായിട്ടുള്ള. അപ്പം സമയം ലാഗാവോ എന്തോ. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിൻ വന്നിട്ട് കയറി പോവാം. കായംകുളം എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ട്രെയിൻ കയറാൻ തിരക്ക് നോക്കി മുന്തിത്തളി കയറാം എൻ്റെ മോനെ. അപ്പം നമ്മളിവിടെ കായംകുളം എത്തി. ഇനിയിപ്പോൾ നമ്മൾ ബിലാലിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ബിലാലും വൈഫും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം കായംകുളത്ത്. നമ്മുടെ ബിലാലൊക്കെ ഇതാ ഉണ്ട് കേട്ടോ. ബിലാലിൻ്റെ വൈഫൊക്കെ ഇതാ നമ്മൾ കായംകുളത്ത് വെച്ചപ്പം കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഒരുമിച്ച് നേരെ ചേർത്തല പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടുകൊണ്ട് ബിലാൽ എന്താ ക്യാമറ മുടക്കി വ്ളോഗ് എടുക്കാൻ പോയത്. ഓക്കെ, ഇനി നേരെ നമുക്ക് അവിടെ ചെന്നിട്ടാണ്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അല്ല, വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പം മല്ലു കൊച്ചി മാക്സ് അവരെല്ലാവരും മുണ്ടാണ്. ഞാൻ വീട്ടിൽ നിന്ന് മുണ്ട് കൊണ്ടുവന്നു. അപ്പം ട്രെയിനിൽ വെച്ച് കഴിഞ്ഞപ്പോൾ മുണ്ടിലോട്ട് മാറാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങിയ ടൈമും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഈ നേരെ മുണ്ടിലോട്ട് മാറാം അല്ലേ. മുണ്ടെടുക്കാതെ മോശപ്പെട്ടതാണ്. നാടൻ ലുക്കിലോട്ടാ ഇപ്പൊ നമ്മള് ചേർത്തല എത്തിയിട്ടുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മളെ ഇത് ഫുള്ള് വ്ളോഗാ, പരസ്പരം വ്ളോഗാണല്ലോ. അല്ലെ നിങ്ങൾ തരാല്ലേ, എല്ലാരും മുണ്ടല്ലോ. അത് മതി. പോവാപ്പഴ് എല്ലാരും എത്തി ഒരുമിച്ച്. ഇവിടെ എന്താ നീ ഒറ്റയ്ക്ക് സംസാരിക്കണ? മുണ്ട ലുക്ക് വീട്ടിലേക്ക് പോകാനും ടൂറിസ്റ്റ് കാട്ടി ആൾക്കാർ മടിയിലാ ഗായത്രി. എല്ലാരും ഓരോരോ ഭാര്യയെ മടിയിലാക്കിയിട്ടുണ്ട് കേട്ടാ. ഈഗിള് മാത്രം ആകിട്ട് മടിയില്. അതെ എന്താ മുണ്ടൊക്കെ ചുളിയ ജാക്കിയാ. സച്ചിനും മാഡും അവിടെ എന്തൊക്കെ പരിപാടിയാട്ടോ. മുണ്ടൊക്കെ അഴിച്ച് എന്തൊക്കെ പരിപാടിയാണ്. മുണ്ടൊക്കെ ഉടുത്തു കൊടുക്കാൻ കേട്ടാ. ഞാനും സെയിം അവസ്ഥ. മുണ്ടൊക്കെ അഴിഞ്ഞ് ഒരു പരിപാടിയിട്ടിരിക്കുക. ഓഹോ, ഓക്കെ. ഓ, എന്റെ മടി ഇരുന്ന് കാലം നോക്കിയൊക്കെ വിയർത്ത് കുളിച്ച് കേട്ടോ എല്ലാവരുടെ. നമ്മളെ ദിവ്യന്തിന, നമ്മളെ സഞ്ജുന, നമ്മളെ ഡി വ്ലോഗ്സിനെ കാണാം.
കല്യാണ പരിപാടി എല്ലാം നമ്മൾ സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ക്രിസ്ത്യൻ മൂവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവിടെ കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ നിന്ന് ഫുൾ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. നമ്മൾ ബിലാലൊക്കെ അവിടെ നോമ്പായിട്ട് ബിലാലിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെന്താ സദ്യ അപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഇനി നമുക്ക് റിസപ്ഷനിൽ അവിടെ പോയിട്ട് ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇവിടെ ആ വീഡിയോ എടുക്കാനുള്ള സെറ്റും കാര്യങ്ങൾ പാട്ടൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് സംസാരത്തിന് വ്ലോഗ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പറ്റുന്നുള്ളൂ അല്ലേ? അതെ. ഓക്കെ, അതാ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക, കഴിക്കട്ടെ. അടിച്ചോടുത്ത് റീൽസിനുള്ള വകുപ്പ് ഒപ്പിച്ചോണ്ടിരിക്കാൻ കേട്ടോ. രണ്ടുപേരും കൂടെ ഡാൻസ് ആണ് കേട്ടോ അടുത്ത റീല്. അതിനുള്ള ആ ഓക്കേണാ, ചാടിയാ അങ്ങനെ അങ്ങനെ എന്തൊക്കെ കാണിക്കുന്നതാണ്. കാഴ്ചപ്പോൾ ഇവിടുത്തെ ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടയേർഡായി കേട്ടോ. അപ്പോൾ നമ്മളെ സഞ്ജുവൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്, ടഫാണ്. അപ്പം റീല് കോളായിട്ടോ, ഫുള്ള് കോളായി. ഇവിടെ വെറുതെ നിന്ന് പോസ്റ്റായിട്ടാ. അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഡി വ്ലോഗ്സിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെയാണ് ഇനി ബാക്കി ആഘോഷവും കാര്യങ്ങളൊക്കെ. അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ തിരിച്ച് നമ്മളെ സഞ്ജുവിന്റെ വീടെത്തിയതാ. സഞ്ജു ആ ചായക്ക് കൊണ്ട് വരാണ്. സഞ്ജുന്റെ കയ്യിൽ കിടക്കണ്ടാ അളിയ ട്രിപ്പ് പോട്ടെ, ഇത് വെച്ചിട്ടാണ് പോവാ. അതാ ഇത് വിട്ടിട്ട് പോവാ അല്ലേ? ആ അത് തന്നെ, കപ്പിൾ റൈഡ്. അപ്പൊ ഇവിടെ വന്ന് എല്ലാരും റെഡി ആയിട്ടിരിക്കട്ടെ. ഡ്രസ്സൊക്കെ മാറി ഇനി അടുത്ത റിസപ്ഷനിൽ പോകാനുള്ള പരിപാടിക്കായിട്ട് നിൽക്കാനുണ്ടോ. ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ചായയും കുടിച്ചത് ഇറങ്ങാം. ഇതാണ് രണ്ട് കക്ഷികള്. കല്യാണ സമയത്ത് നല്ലോണം കാണാൻ പറ്റില്ല കേട്ടാ. ഇപ്പതാ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് അത് നിൽക്കുകയാണ്. രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഓക്കെ, അതാ നമ്മളെ ഏജ് വന്നിട്ടുണ്ട്. ഇതാ രണ്ട് കിളികൾ ഇപ്പൊ ഉണ്ട് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരേ ഡ്രസ് കോഡാണ്, സെയിം കളറാണല്ലോ. എന്തൊരു ചെയ്യണം എന്തോ അളിയാ. അടിപൊളിയായിട്ടുണ്ട് എല്ലാരും. ഞാനും അടിപൊളി ആയിട്ടുണ്ടെന്ന് പറയടി ഇടയ്ക്ക്. സുന്ദരനായിട്ടുണ്ട്. താങ്ക് യു ഡി. ആര് കണ്ടാലും നോക്കും. ഇത്ര അഭിനയോ. ഓക്കെ, അപ്പം നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അതാ കല്യാണ ചെറുക്ക് അവിടുത്തെ ബ്ലോഗിങ്ങാ. ഓക്കെ, ഗ്രാൻഡ് ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്ന. വെൽക്കം ഗേൾസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. വൺ സെറ്റപ്പ് ആണ് കേട്ടോ. അറിയാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, വെൽക്കം ഗേൾസ് അവരൊക്കെ മുഖമൊക്കെ മറച്ചിരിക്കണം. ഹായ്, മുഖം മറച്ചിരിക്കണോ? യെസ്, അടിപൊളി. ഫ്ലവേഴ്സ് കാണിച്ചിട്ടായിരിക്കും ഇതിന് ആൻസർ ചെയ്യാം. വൈറ്റ് ആൻഡ് ഒരു സാൻഡി.
അപ്പോൾ നമ്മളെ കല്യാണ പരിപാടി എല്ലാം കഴിഞ്ഞ് കേട്ടോ. അടിപൊളിയായിരുന്നു, ഫുഡ് കഴിച്ച് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ഇറങ്ങാനായിട്ട് പോകേണ്ട രാത്രിയായി. ഇനിയിപ്പോൾ തിരിച്ച് ബസ്സിന് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. ട്രെയിനും കാര്യങ്ങളൊന്നും ഇനി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പം തിരിച്ച് ബസ്സിൽ പോകാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് എന്താണ് സഞ്ജുവിനെ കണ്ട് എല്ലാം അടിപൊളിയാക്കി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പം അടുത്ത് പോയി വ്ളോഗൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. എന്നാലും നമ്മൾ മാക്സിമം അടിപൊളിയാക്കിയല്ലേ. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് കല്യാണം അടിച്ച് പൊളിച്ച് ഇനിയിപ്പോൾ നമുക്ക് ബസ്സിൽ കയറി നേരെ വീട്ടിലോട്ട് വിടാം. ബസ്സിൽ കയറിയിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. ബസ്സിനകത്ത് കയറി വോയിസ് കിട്ടുന്നതോ കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തേക്കുള്ളപ്പോൾ ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പം കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അത്